നായകത്വം വഹിച്ചിരുന്ന അന്തറുപ്പാപ്പ, അതേപോലെ സുന്നി സംഘ കുടുംബത്തിന് ഏറ്റവും വലിയ ആവേശപരമായ നേതൃത്വം നൽകിയ പ്രവർത്തകരുടെ, സുന്നത്ത് ജമാഅത്തിന്റെ സേവകന്മാരുടെ ആവേശമായിരുന്ന ബഹുമാനപ്പെട്ട ഒ ഖാലിദ് സാഹിബ് അടക്കമുള്ളവരുടെ ആണ്ടിന്റെ സന്ദർഭവും സമയമൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പരലോക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഇത്തരത്തിലുള്ള സേവനങ്ങളുടെ എല്ലാം ഫലം ആവേശത്തോടെ കണ്ട് ആനന്ദിക്കാൻ ആവശ്യമായ എല്ലാ അവസ്ഥകളും അല്ലാഹു തആല ബർസഖി ലോകത്ത് അവർക്ക് നൽകുമാറാവട്ടെ. അവരെയും നമ്മയും ഒക്കെ അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണം കൊണ്ട് പിരിഞ്ഞുപോയവരെല്ലാം പരലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം സൂചിപ്പിച്ചു. അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന്റെ സമയത്ത് നിങ്ങൾ ആരെ ആരാധിക്കുമെന്ന യാക്കൂബ് നബിയുടെ ചോദ്യത്തിന് നിങ്ങളുടെയും അതേപോലെ നിങ്ങളുടെ പിതാക്കളായിട്ടുള്ള ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി അടക്കമുള്ള ആ മഹാന്മാരുടെ റൂട്ടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നവരെ അറിയിച്ചു എന്നും, അതിനെ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കഴിഞ്ഞു പോയ ഒരു സമൂഹമാണ്, അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും, നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും, അവരെന്തു പ്രവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുകയില്ല എന്ന ആയത്ത്. ആ ആയത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും ചില സാധുക്കളൊക്കെ മരണപ്പെട്ടു പോയാൽ പിന്നെ മരിച്ച ആളായി അയാളുടെ പാടായി, മറ്റുള്ളവരൊന്നും അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഫലം കിട്ടൂല എന്നൊക്കെ ഇതിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമം. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരൊന്നും ചെയ്തിട്ട് കാര്യമല്ല എന്ന ഒരു തെറ്റായ നിലപാടിലേക്ക് ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം പിടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. അതിന്റെ വിശദീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവരും കൃത്യമായിട്ട് ഓർക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ചില സഹോദരങ്ങളൊക്കെ കുറച്ച് വിവരങ്ങളൊക്കെ നേടും, അതേസമയത്ത് അത് എവിടുക്കാ പറഞ്ഞതിനെ കുറിച്ചൊരു തിരിച്ചറിവില്ലാണ്ടായാൽ അതൊക്കെ വെച്ചിട്ട് മഹാന്മാരായ ഔലിയാക്കളുടെയോ അമ്പിയാക്കളുടെയോ ഒക്കെ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നതിലൊന്നും അർത്ഥമല്ല. അങ്ങനെയൊന്നും അവരെ കൊണ്ടൊന്നും ഒരു കാര്യം നമുക്ക് നേടാൻ പറ്റൂല. കാരണം മുത്തനബി സ്വന്തം മകളായ ഫാത്തിമയോട് തന്നെ പറഞ്ഞത് എന്താ? യാ ഫാത്തിമത്തു അങ്കിദി നഫ്സക്കി മിനന്നാർ, ഫാത്തിമ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ തന്നെ രക്ഷപ്പെടുത്തണം, കാരണം നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ആ ഹദീസുകളുടെയും അതേപോലെ തന്നെ ഇതുപോലുള്ള ആയത്തുകളുടെയും ഒക്കെ ബാഹ്യം പിടിച്ചുകൊണ്ട് വഫാത്തായതിനു ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ഒരു മഹാന്മാർക്കും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ സാധിക്കില്ല എന്ന അബദ്ധ ധാരണ ജനങ്ങളുടെ ഇടയിൽ പരത്താൻ വേണ്ടിയുള്ള ശ്രമവും, അതോടൊപ്പം തന്നെ വല്ല ഖൈറും ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടക്കാനുള്ള വല്ലാത്ത കുൽസിത ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അപ്പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു യഥാർത്ഥ ആശയം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശുപാർശ ഫലിക്കണമെങ്കിൽ ആ ശുപാർശ ഫലിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു ഘടകം, ആ ഘടകം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, അർഹമർറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടുള്ള ശരിയായ വിശ്വാസം. ആ വിശ്വാസം സമൂഹത്തിൽ അരക്കിട്ടുറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഈമാൻ ഒരാൾക്ക് ഉണ്ടായി കിട്ടണം അടിസ്ഥാനപരമായി. അതുണ്ടായാൽ പിന്നെ ബാക്കിയുള്ളവരെ ഹെൽപ്പും അതേപോലെ തന്നെ ഷഫായത്തും ഒക്കെ കിട്ടും. ആ സമയത്ത് ഈമാൻ ഉണ്ടാവണില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല, അവർക്ക് ഷഫായത്തോണ്ട് ഫലം കിട്ടൂല എന്നാ ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം. യാ ഫാത്തിമത്തു അങ്കദി നഫ്സക്കി മിനന്നാർ എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തെ നരകത്തുനിന്ന് സംരക്ഷിക്കണം. വേറെ ചില റിപ്പോർട്ടുകളിൽ യാ സഫിയ്യത്തു അമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ പിതൃ സഹോദരിയായ സഫിയ ബീവിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? നിങ്ങൾ അന്ത്യനാളിൽ നിങ്ങളുടെ അമലുമായിട്ടാണ് വരേണ്ടത്, ഇല്ലാതെ ലാബി അൻസാബിക്കും, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ മഹിമ പറഞ്ഞിട്ട് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഹദീസുകളുണ്ട്. ആ ഹദീസുകളുടെ ഒക്കെ അർത്ഥം എന്താ? അതിന്റെ ഒക്കെ അർത്ഥം ഈമാൻ എന്ന അടിസ്ഥാന ഗുണം ഇല്ലാത്ത നിലക്ക് പാരമ്പര്യം ഗുണം ചെയ്യൂല എന്നാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാലോ, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കൻആൻ എന്ന് പറയുന്ന മകൻ വെള്ളം കപ്പലിൽ കയറിയില്ല തൂഫാൻ ജലപ്രളയത്തിന്റെ സമയത്ത്. യാ ബുനയ്യ ഇർകം മഅനാ, മോനെ
നമ്മുടെ കൂടെ കപ്പലിൽ കയറൂന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം വാശി പിടിച്ചു പറഞ്ഞു നോക്കി. പക്ഷെ മകൻ പറഞ്ഞു എന്ത്? സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. ഈ വെള്ളമൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ വല്ല മലയുടെ മുകളിലും കയറിക്കോളാം. ആ മലയുടെ പൊക്കവും എന്റെ പൊക്കവും കൂടെ ആയാല് ഈ വെള്ളത്തിൽ മുങ്ങാതെ ഞാൻ രക്ഷപ്പെട്ടോളും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കപ്പൽ കയറുന്നില്ല എന്ന് പറഞ്ഞു. ആ കപ്പൽ കയറുന്നില്ലെന്ന് പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹി സ്വലാം പിന്നെയും പറഞ്ഞു, എടാ ദുർവാശി പിടിക്കല്ലേ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അനുഗ്രഹം നൽകിയതല്ലാത്ത ആർക്കൊന്നും ഒന്നുകൊണ്ടും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വെറുതെ പറഞ്ഞു നിൽക്കണ്ട, കപ്പൽ കയറ്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടക്ക് വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗറഖീൻ. അവരുടെ ഇടയിൽ പെട്ടെന്ന് തന്നെ തിരമാലകൾ വന്ന് രണ്ടാളുടെയും ഇടയിൽ ഒരു മറയുണ്ടാക്കുകയും ആ തിരമാലകളുടെ വിസ്മൃതിയിലേക്ക് ഈ കനാൻ എന്ന് പറയുന്ന നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ പെട്ടുപോവുകയും ചെയ്തു. ആ പെട്ടുപോയ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, യാ റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, അപ്പൊ ഇന്ന വായദക്കൽ ഹഖു, നിന്റെ വാഗ്ദാനം സത്യമാണല്ലോ, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിക്കോളാന്ന് ഈ പറഞ്ഞിരുന്നല്ലോ എന്നോട്. അപ്പൊ പിന്നെ എന്റെ മകനെ എങ്ങനെയാ ഇന്ന് രക്ഷപ്പെടാതെ പോയത്? നിന്റെ വാക്ക് തെറ്റലില്ലല്ലോ, നീ വാചകം ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കുമല്ലോ പടച്ചോനെ എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നൂഹ് നബി, അത് നിങ്ങൾ അഹ്ല് എന്ന് പറഞ്ഞു പെട്ടതല്ല. ശരിയല്ലേ? അഹ്ലുബൈത്തിന്റെ മഹാത്മ്യവും പവറും ലഭിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. അതില്ലാത്ത നിലക്ക് ഞാൻ ഇന്ന കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. അതേ സമയത്ത് ആ ഈമാൻ എന്ന് പറയുന്ന ഗുണം ഉണ്ടാക്കി അഹ്ലുബൈത്തിൽ പെട്ടുകിട്ടിയാലോ, ആ പെട്ടുകിട്ടിയ ആൾക്ക് വേണ്ടി പിന്നെ പലതും ചെയ്യാൻ ആർക്ക് സാധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾക്ക് സാധിക്കും, അതേപോലെ തന്നെ മറ്റു മഹാന്മാർക്ക് സാധിക്കും. അത് ബഹുമാനപ്പെട്ട ഇസ്ലാം അതും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ഇതൊരു വലിയ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇപ്പൊക്കെ വാട്സപ്പിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ വലിയ ആദർശ ചർച്ചകൾ എന്ന് പറഞ്ഞ് കുറെ വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്ന മൗലവിമാരുണ്ട്. ആ മൗലവിമാരെ എടുത്തുദ്ധരിക്കുന്ന, ഇപ്പൊ ഈ അടുത്ത ദിവസവും കേട്ടു ഞാൻ ആ നിലക്കുള്ള ഒരു പരാമർശം ഒരാളുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മകൾക്ക് വേണ്ടി പോലും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ ആ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്താ? അബൂ താലിബ് മരണപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്നിട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച അവിടുത്തെ സഹീഹിന്റെ 4772 നമ്പർ ഹദീസ് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കി അവിടെ എന്താ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട് പറയുന്നത്? അബൂ താലിബിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്, ഐ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എളാപ്പ അങ്ങൾ അല്ലെങ്കിൽ മൂത്താപ്പ അങ്ങൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാന മെമ്പർഷിപ്പ് എടുക്കൂ. നിങ്ങൾ ഈ മതത്തിൽ ഒരു മെമ്പർഷിപ്പ്, കേവലം ഒരു മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കൂ. അതെടുത്താൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിനെ കുറിച്ച് റസൂൽ കലിമത്തൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അത് വെച്ചുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ ഊത്താപ്പാക്ക് വേണ്ടി ഞാൻ തർക്കിച്ചോളാം, ഞാൻ വാദിച്ചോളാം, ബാക്കി നിങ്ങൾക്ക് രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രവർത്തിച്ചോളാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? മെമ്പർഷിപ്പ് എടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ മെമ്പർഷിപ്പ് എടുത്ത ആൾക്ക് മാത്രമേ ഇതിന്റെ വൃത്തത്തിന്റെ അകത്തുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എവിടെയൊക്കെ കുടുംബം കൊണ്ടൊരു കാര്യം കിട്ടൂല, തറവാടിന്റെ മഹിമ കൊണ്ട് കാര്യം കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞോടത്തൊക്കെ അടിസ്ഥാന ഈമാൻ എന്ന് പറയുന്ന യോഗ്യത ഇല്ലാത്തവരെ പറ്റി മാത്ര പറഞ്ഞത്. അതേസമയത്ത് ആ യോഗ്യത ഉണ്ടെങ്കിലോ ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, യാ ഫാത്തിമത്തു അൻഖിദി നഫ്സകി മിനൻ നാർ, യാ സഫിയ്യത്തു അമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്, കുല്ലു സബബിൻ വനസബിൻ യൻഖതിഉ യൗമൽ ഖിയാമത്തി ഇല്ലാ സബബി വനസബി. എല്ലാ കുടുംബ ബന്ധങ്ങളും അതേപോലെ തന്നെ എല്ലാ വൈവാഹിക ബന്ധങ്ങളും അതെല്ലാം തകർന്നു പോകും, ആ ബന്ധത്തിനൊന്നും ഒരു വിലയും ഇല്ലാതെയാകും അന്ത്യനാളിലെത്തുമ്പോൾ. എന്നാൽ ഇല്ലാ സബബി വനസബി, എന്റെ തറവാടും എന്റെ കുടുംബ ബന്ധവും അതേപോലെ തന്നെ എന്റെ ആ വൈവാഹിക ബന്ധവും അതൊരിക്കലും തന്നെ അന്ത്യനാളിലും നഷ്ടപ്പെടില്ല. അതിന്റെ ഗുണവും ഫലവും അവിടെയും ലഭിക്കും. പക്ഷേ ലഭിക്കണമെങ്കിൽ അടിസ്ഥാന യോഗ്യതയാകുന്ന ഈമാൻ വേണം. ഈമാൻ ഇല്ലാത്ത മനുഷ്യന്മാർക്ക് ഒന്നിന്റെയും ഒരു നേട്ടവും ലഭിക്കില്ല എന്ന് മാത്രാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ തിൽക്ക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത്തു വലക്കും മാ കസബത്തും, അവർ കഴിഞ്ഞു പോയൊരു സമൂഹമാണ്, അവർ ചെയ്തത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
അടിസ്ഥാനപരമായി ഓരോരുത്തർക്കും അവകാശപ്പെടാനുള്ളത് അതാണ് എന്ന് മാത്രാണ്. അതിന്റെ അപ്പുറത്തേക്ക് അവരെ കൊണ്ട് ബാക്കിയുള്ളവർക്കൊന്നും കിട്ടൂല എന്നല്ല, മറിച്ച് ശുപാർശ ചെയ്തുകൊണ്ട് പലരെയും രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും നൽകുന്നുണ്ട്, പലതിനും നൽകുന്നുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കാത്ത ആളുകള് നമ്മുടെ നാട്ടിൽ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിയിട്ട് കാര്യമില്ല, അതേപോലെ തന്നെ നബി തങ്ങൾ സ്വന്തം മകളെ പോലും രക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വെറുതെ വാചകടിക്കും. ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഈ സാധുക്കൾക്ക് എന്തില്ല, ഒരു വാക്ക് പറഞ്ഞാൽ അത് എവിടേക്കാണ് കൊള്ളിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് അത് സംബന്ധമായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഈ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് ഒന്നുകൂടി ആവർത്തിച്ച് സൂചിപ്പിച്ചതാണ്, ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി സൂറത്തുൽ ബഖറയുടെ 135-ാമത്തെ ആയത്ത്, വഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു. വഖാലു അവർ പറഞ്ഞു, കൂനു ഹൂദൻ നിങ്ങൾ ജൂതന്മാരാവുക, ഔ നസാറ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാവുക, എന്നാൽ തഹ്തദു നിങ്ങൾ സന്മാർഗം സിദ്ധിക്കും. കുൽ നബിയെ തങ്ങൾ പറയേണ്ട മറുപടി, ബൽ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ജൂതന്മാരും ക്രിസ്ത്യാനികളൊന്നും ആകരുത് എന്ന് മാത്രല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സരണി പിന്തുടരണം. ഹനീഫൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എല്ലാ തെറ്റായ ചിന്താഗതികളിൽ നിന്നും ഹൃജുവായ ഇസ്ലാമിന്റെ റൂട്ടിലേക്ക് മാറിയിട്ടുള്ള വ്യക്തിത്വമാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗവും സരണിയും നിങ്ങൾ പിന്തുടരണം എന്ന് തങ്ങൾ പറയുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും തന്നെ ബഹുദൈവാരാധകന്മാരിൽപ്പെട്ടവരായിരുന്നില്ല. ഇത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട കുറെ തെറ്റിദ്ധരിപ്പിക്കലുകൾക്കുള്ള മറുപടിയാണിത്. ഇമാം റാസി രേഖപ്പെടുത്തുന്നു, യഅലം അന്നഹു തആല, അല്ലാഹു തആല ലമ്മ ബയ്യന ദലായിൽ അല്ലത്തി തഖദ്ദമത് സിഹ്ഹത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീൻ ശരിയാണ് എന്നതിനുള്ള കുറെ തെളിവുകൾ നേരത്തെ വിശദീകരിച്ചപ്പോൾ, ഹക്കാ ബഅദഹ അൻവാഅ മിൻ ശുബഹിൽ മുഖാലിഫീന തായിനീന ഫിൽ ഇസ്ലാം, ഇസ്ലാമിനെ നിരാകരിക്കാൻ വേണ്ടിയിട്ട് ചില സംശയങ്ങളുടെ ഏടാകൂടം കൊണ്ടുവരുന്ന എതിരാളികളുടെ ആ സംശയങ്ങൾ ഉദ്ധരിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ അതിന്റെ നിവാരണം നടത്തുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ള, അല്ലാഹു തആല പൊരുത്തപ്പെട്ട യഥാർത്ഥ മതമായ ഇസ്ലാം, ആ ഇസ്ലാമിന് വിരുദ്ധമായ ശൈലികൾ സ്വീകരിക്കുന്ന ആളുകൾ പലപ്പോഴും പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ശ്രമിക്കുന്ന ആളുകൾ പല വിധത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കുകയും അതേപോലെ തന്നെ പല വിധത്തിലുള്ള ക്ഷണങ്ങൾ അവർ വിശ്വസിക്കുന്ന പിഴച്ച പ്രസ്ഥാനത്തിലേക്കും മാർഗത്തിലേക്കും ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരിക്കലും തന്നെ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടരുത്, മറിച്ച് ഇബ്രാഹിമി സരണിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ജൂതന്മാരാവുകയോ ക്രിസ്ത്യാനികളാവുകയോ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും തന്നെ യഥാർത്ഥ മതത്തിന്റെ 4 അയലത്ത് പോലും എത്തില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയും മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ്. ഇവിടെ എന്താണ് അതിന്റെ വിശദീകരണം? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താണ്, ഇൻകാന അന്നഹു ഇൻകാന തരീഖുദ്ദീനി അത്തഖലീദ്, മതത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം അത് അന്ധമായ അനുകരണമാണെങ്കിൽ, അതായത് ആരോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ കാട്ടിക്കൂട്ടിയത് അങ്ങനെ തന്നെയാണ് പിന്തുടരുക എന്നതാണ് മതത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗമെങ്കിൽ, ഫല്ലൗലാ ഫീ ദാലിക, അതിലും ഏറ്റവും നല്ലത് ഇത്തിബാഉ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സരണി പിന്തുടരലാണ്. കാരണം എന്താ, ലിഅന്ന ഹൗലാഇൽ മുഖ്തലിഫീന, ഈ അഭിപ്രായം ഇസ്ലാമിനോട് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർ ഖദിത്തഫഖു, അവർക്ക് എല്ലാവർക്കും ഏകാഭിപ്രായമാണല്ലോ അലാ സിഹത്തി ദീനി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സരണി ശരിയാണ് എന്ന് അവരൊക്കെ പറയുന്നുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ പറയുന്നുണ്ട് ഇബ്രാഹിം നബിന്റെ മാർഗം ശരിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഞങ്ങളാളാന്ന് അവർ വാദിക്കാൻ കാരണം. എന്നാൽ ആ ഇബ്രാഹിമി സരണിയാണ് ശരിയെന്ന് നിങ്ങളൊക്കെ വാദിക്കുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ വല്ലഹദുബിൽ മുത്തഫഖി ഔലാ മിനൽ അഖ്ദിബിൽ മുഖ്തലിഫി, അഭിപ്രായ വ്യത്യാസം ഉള്ളത് സ്വീകരിക്കുന്നതിനേക്കാളും നല്ലത് ഏകാഭിപ്രായം ഉള്ളത് സ്വീകരിക്കലല്ലേ. ഇബ്രാഹിമി സരണി ശരിയാണ് എന്ന് നിങ്ങൾക്കും വാദമുണ്ട്, അമ്മക്കും വാദമുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ ഇബ്രാഹിമി സരണി സ്വീകരിക്കൂ, അല്ലാതെ എന്ത് പറയല്ലേ ജൂതന്മാരാകണമെന്ന് പറയല്ലേ. അവരങ്ങനെ പറഞ്ഞു എന്നല്ലേ പറഞ്ഞ്, വഖാലു കൂനു ഹൂദൻ, നിങ്ങൾ ജൂതന്മാരാകണമെന്ന് ജൂതന്മാർ പറഞ്ഞു, ക്രിസ്ത്യാനികളാകണമെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നബിയെ തങ്ങൾ പറയും, ബൽ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സരണിയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ജൂതന്മാരാവല്ല വേണ്ടത്, ക്രിസ്ത്യാനികളാവല്ല വേണ്ടത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണിച്ചെന്ന റൂട്ടിലൂടെ പോവാണ് വേണ്ടത്. ഇൻകാനൽ മുഅവ്വലു ഫിദ്ദീനി അല തഖ്ലീദി, മതത്തിൽ പരിഗണിക്കേണ്ടത് അനുകരണമാണെങ്കിൽ,
ഫകാന്നഹു സുബ്ഹാനഹു വതആല ഖാല, അല്ല പറഞ്ഞതുപോലെ ഉണ്ട് ഇപ്പൊ ഇതിന്റെ അർത്ഥം. ഇൻകാനൽ മുഅവ്വലു ഫിദ്ദീനി അലൽ ഇസ്തിദ്ലാലി വന്നളിരി. മതത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ ശരിയേതാ തെറ്റേതാന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വന്നാൽ ഫഖദ് ഖദ്ദംന ദലായില, അതാണ് ശരി. നേരത്തെ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കുള്ള പ്രവാചകനാണ് എന്നതിനും, അതേപോലെ തന്നെ മൂസാ നബി, ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ നബിമാരും ഇന്ന് ആ നബിമാരുടെ പേരിൽ അറിയപ്പെടുന്ന മതത്തിന്റെ ആളുകൾ പറയുന്ന റൂട്ടിലല്ല, മറിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണോ ആ ഘടകങ്ങൾ സ്ഥിരീകരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമായിരുന്നു എന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ തെളിവുകൾ വെച്ച് ഏതാണ് ഒറിജിനൽ മതം എന്ന് വിലയിരുത്തുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ദീനാണ് യഥാർത്ഥ മതം എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് സ്വീകരിക്കുന്നില്ല, നമ്മൾ പണ്ട് കണ്ടോലെ അനുസരിച്ച് പോകുന്ന പറയണമെങ്കിൽ അതൊരു ഒരു ഒരു പിന്നെ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്ന തസ്ലീമിന്റെ മറുപടി എന്ന് പറയുന്നത്. നിങ്ങളാ പറഞ്ഞ മാതിരി തന്നെ വെച്ചാലും നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന അവരെ ധരിപ്പിക്കാൻ ആവശ്യമായ അവരെ ഒരു കുടുക്കിലാക്കുന്ന, ശത്രുവിനെ കുടുക്കിലാക്കുന്ന ഒരു മറുപടിയുടെ ശൈലിയാണത്. അതാ പറഞ്ഞത് വൈങ്കാനൽ മുഅവ്വലു അല തഖ്ലീദി. മതം ഏതാണ് ശരിയെന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അത് തഖ്ലീദാണെങ്കിൽ, അഥവാ അവര് പറയണ മുൻപുള്ളവരെ എങ്ങനെ നടന്നു അങ്ങനെ തന്നെ നടക്കുക എന്നുള്ളതാണെങ്കിലും ഫർദുജൂഇലാ ദീനി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗ്ഗ ദീനിലേക്ക് മടങ്ങലോ തർക്കിൽ യഹൂദിയത്തി വൻ നസ്രാനിയത്തി ഔല, ക്രിസ്തുമതവും അതേപോലെ തന്നെ ജൂതമതവും ഒഴിവാക്കൽ അതല്ല ഏറ്റവും നല്ലത്. കാരണം എന്താ, പാരമ്പര്യത്തെ പിന്തുടരുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യത്തെ പിന്തുടരേണ്ടത്. കാരണം ഇബ്രാഹിം നബി ശരിയാണ് നിങ്ങളും പറയണ്ടല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ജൂതന്മാരാവണമെന്ന് ജൂതന്മാരും നിങ്ങൾ ക്രിസ്ത്യാനികളായാലേ രക്ഷപ്പെടുമെന്ന് ക്രിസ്ത്യാനികളും എന്തടിസ്ഥാനത്തിലാ പറയണത്? അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പറയാൻ എന്തില്ല, യഥാർത്ഥത്തിൽ അവർക്ക് അധികാരമോ അവകാശമോ ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ ചോദ്യം വരാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അലൈസ അന്ന കുല്ല വാഹിദിൻ മിനൽ യഹൂദി വൻ നസാറ യദ്ദഈ, ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ വാദിക്കുന്നുണ്ടല്ലോ അന്നഹു അലാ ദീനി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ദീനിലാണ്. അതായത് ഇബ്രാഹിം നബി ജൂതനായിരുന്നു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി പറഞ്ഞ പോലെ ഞങ്ങൾ നടക്കണമെന്ന് അവർക്കൊക്കെ വാദമല്ലേ. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം എങ്ങനെ ചോദിക്കുക? അതായത് ഇബ്രാഹിം നബിയുടെ മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടത്, ജൂതമതം അല്ല എന്ന് പറഞ്ഞാൽ ജൂതന്മാര് പറയും ഞങ്ങൾ പറഞ്ഞ തന്നെയാണ് ഇബ്രാഹിം നബി പറഞ്ഞതെന്ന്. ക്രിസ്ത്യാനി പറയും ഞങ്ങൾ പറയുമ്പോൾ തന്നെയാണ് ആര് പറഞ്ഞത്, ഇബ്രാഹിം നബി പറയണത് എന്ന് അവരെങ്ങാനും അവകാശവാദം ഉന്നയിച്ചാൽ കുൽന, അതിന് നമുക്ക് പറയാനുള്ള മറുപടി എന്താ, ലമ്മാ സബത്ത, സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അന്ന ഇബ്രാഹിമ കാന ഖായിലൻ ബിത്തൗഹീദി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഏകദൈവ സിദ്ധാന്തത്തിന്റെ ശക്തനായ വക്താവായിരുന്നു എന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എവിടെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ ബിംബാരാധനക്കെതിരെ അതാ ശക്തമായിട്ടുള്ള ഉത്ബോധനവുമായിട്ട് തന്റെ ലോക്കൽ ഗാർഡിയനായ ആസർ എന്ന എളാപ്പാനോട് കലഹിച്ചയാളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതേപോലെ തന്നെ നാട്ടിൽ ബിംബാരാധന കൊടികുത്തി വാഴുന്ന സമയത്ത് ബിംബാരാധനയുടെ ബുദ്ധിശൂന്യത ശക്തമായി ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാനും അള്ളാഹു ആകുന്ന ഏക ദൈവത്തിനെ ആരാധിക്കണമെന്ന കാര്യം ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുമായി ഫലപ്രദമായ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയ ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതേപോലെ തന്നെ നാട്ടിൽ ഏറ്റവും വലിയ രാജാവായ നമ്രൂദ് അതാ ബിംബാരാധനക്ക് വേണ്ടി സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ അല്ലാതെ ആരാധിക്കരുതെന്ന് പറഞ്ഞ് ആ അക്രമിയായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ ചെന്ന് തൗഹീദ് പറയാൻ ധൈര്യം കാണിച്ച അതിനാവശ്യമായിട്ടുള്ള ചങ്കുറപ്പ് പ്രകടിപ്പിച്ചയാളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഏകദൈവ സിദ്ധാന്തത്തിന്റെ അപ്പുറത്തേക്ക്, തൗഹീദിന്റെ കറകളഞ്ഞ വിശ്വാസത്തിന്റെ അപ്പുറത്തേക്ക് ബഹുദൈവത്വത്തിന്റെ ഒരു ചായ്വും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജീവിതത്തിൽ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഞങ്ങളാളായിരുന്നു എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ, ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞ മാതിരി സുലൈമാൻ ഉസ്താദ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പറയുന്ന അറിയില്ലേ, ആ നിലക്ക് ആരെങ്കിലും വാദം ഉന്നയിക്കുകയാണെങ്കിൽ ആ ഉന്നയിക്കണ മിസ്കിമാരോട് ഖുർആൻ പറയണത്, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗ്ഗം, ഇബ്രാഹിം നബി നിങ്ങളാളാ നിങ്ങൾ പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ പറയണ്ടേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഏകദൈവ സിദ്ധാന്തം എന്ന തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പണിയെടുത്തത്. ആ തൗഹീദിന്റെ ആശയങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർവഹിച്ചത്. അത് നിർവഹിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സരണി നിങ്ങൾ പിന്തുടരുന്നില്ല എന്നാണ്. വസബത്ത, സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൗഹീദ് പറഞ്ഞ ആളാണ്, ഏകദൈവ സിദ്ധാന്തം പറഞ്ഞ ആളാണ്
എന്നാൽ ക്രിസ്ത്യാനികളോ അതേപോലെ ജൂതന്മാരോ ക്രിസ്ത്യാനികൾ ത്രിയേകത്വത്തിന്റെ ആൾക്കാരാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും കൂടെ കൂടിയിട്ടുള്ള ഒരു സംവിധാനം, ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. അള്ളാഹു ഏകനാണ് എന്ന് പറയുന്ന ആ താല്പര്യത്തിൽ നിന്ന് മാറി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മൂന്നും കൂടെ കൂട്ടിക്കെട്ടുന്ന ഒരു സംവിധാനം, അഥവാ ഏകത്വം എന്ന സംവിധാനത്തിൽ നിന്ന് മാറി ബഹുത്വം എന്ന ശൈലിയിലേക്കുള്ള മാറ്റം അത് നടത്തിയവരാണ് അവർ. അപ്പൊ ആ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടായ ആൾക്കാർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഞങ്ങളെ മാർഗത്തിലാന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനവും സ്ഥിരീകരണവും അല്ല. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സാമ്യപ്പെടുത്തി മറ്റൊന്നിനെയും പറയാൻ പാടില്ല എന്ന് പറയുമ്പോ ഈ തുലനവാദവുമായിട്ട് വരുന്നവരാണ് യഹൂദികൾ എന്ന് പറയുന്നവർ. അപ്പൊ അതുകൊണ്ട് അവർക്കും ആരായിട്ട് ബന്ധമല്ല, ഇബ്രാഹിം നബിനായിട്ട് ബന്ധമല്ല. അപ്പൊ ഫസബത ഇത് അടിസ്ഥാനപരമായി മനസ്സിലായാൽ അവിടെ സ്ഥിരപ്പെട്ടു. അന്നഹും ലൈസു അലാ ദീനി ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലല്ല. വഅന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ദഅ ഇല തൗഹീദി, അതേസമയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദൈവ സിദ്ധാന്തത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ കാനഹു അലാ ദീനി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം ഈ സരണിയിലാണെന്നും ബോധ്യപ്പെട്ടു. അപ്പോ ഖൂനൂ ഹൂദൻ ഔ നസാറ, നിങ്ങൾ ജൂതന്മാരാകൂ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാകൂ, തഹ്തദു എന്നാൽ നിങ്ങൾ സന്മാർഗത്തിലാകുമെന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ വാദത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ജൂതനും ആകാൻ പാടില്ല ക്രിസ്ത്യാനിയും ആകാൻ പാടില്ല. കാരണം അത് രണ്ടിലും ആയ സന്മാർഗത്തിന്റെ 4 അയലത്തുകൾ എത്തൂല. മറിച്ച് കുൽ ബൽ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സരണി നിങ്ങൾ പിന്തുടരൂ, അതിനെ നിങ്ങൾ പിൻപറ്റൂ, നിങ്ങൾ അതിന്റെ ആളുകളാകൂ, എന്നാലേ നിങ്ങൾ സന്മാർഗത്തിലെത്തൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇബ്രാഹിമി സരണി യഥാവിധി പിന്തുടർന്ന ആളാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബഹുദൈവത്വത്തിന്റെ എല്ലാ സാധ്യതകളെയും നിരാകരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചയാളാണ്. അതേസമയത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബഹുദൈവത്വത്തിൻ്റെതായിട്ടുള്ള ശൈലികൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്ഥാപിച്ച ഏകദൈവ സിദ്ധാന്തം എന്ന് പറയുന്ന സംവിധാനത്തെ ഇവിടെ അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുഴുകി ജീവിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടാനുള്ള ധാർമ്മികമായ അവകാശം അതാർക്കില്ല, ജൂതനുമില്ല ക്രിസ്ത്യാനിക്കുമില്ല. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഇബ്രാഹിമി സരണി തന്റെ ജീവിതത്തിലും പ്രവർത്തനത്തിലും പ്രബോധനത്തിലും പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എന്നാണ് ഈ ഭാഗത്തിന്റെ ചുരുങ്ങിയ ഒരു രൂപം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ജൂതന്മാരാവുക അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാവുക എന്നാൽ നിങ്ങൾ സന്മാർഗത്തിലാവുന്നുള്ള ആയത്ത് പറഞ്ഞത് അല്ലെ. വക്കാലു അവര് പറഞ്ഞു കൂനു ഹൂദൻ, നിങ്ങൾ ജൂതന്മാരാവൂ, ഔ നസാറ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാവൂ, തഹ്തദു എന്നാ നിങ്ങൾ സന്മാർഗത്തിലാകും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആയാ മതി എന്നുള്ള ചോയ്സ് കൊടുത്തതാണോ ഇവിടെ? അല്ല, മറിച്ച് ജൂതന്മാര് പറയണത് നിങ്ങൾ ജൂതനേ ആകാവൂന്നാ, ക്രിസ്ത്യാനി പറയണത് നിങ്ങൾ ക്രിസ്ത്യാനിയേ ആകാവൂന്നാ. കാരണം ക്രിസ്ത്യാനിയുടെ വാദം അനുസരിച്ച് ജൂതൻ ശരിയല്ല, ജൂതന്റെ വാദം അനുസരിച്ച് ക്രിസ്ത്യാനി ശരിയല്ല, രണ്ടു കൂട്ടരെയും വാദം അനുസരിച്ച് ഇസ്ലാമും ശരിയല്ല. എന്നാൽ ഇവിടെ അത് മൂന്നും അല്ല ശരി, മറിച്ച് എന്താ ശരി? ഈ ജൂതനും ശരിയല്ല ക്രിസ്ത്യാനിയും ശരിയല്ല, മറിച്ച് ഇസ്ലാമാണ് ശരി എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിക്കുന്നത് എന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കം. മനസ്സിലായില്ലേ? അതായത് ഇവിടെ അമ്മാ ഖൗലുഹു വഖാലു കൂനൂ ഹൂദൻ ഔ നസാറ, കൂനൂ ഹൂദൻ ഔ നസാറ നിങ്ങൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആവുക എന്ന് പറഞ്ഞത് ഫലാ യജൂസു അൻ യകൂനൽ മുറാദു ബിഹി തഖ്യീർ, അത് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള ചോയ്സ് കൊടുത്തതാകാൻ നിവൃത്തിയില്ല. മനസ്സിലായില്ലേ? ഒന്നുകിൽ ജൂതനായിക്കോളൂ അല്ലെങ്കിൽ ക്രിസ്ത്യാനായിക്കോളൂ എന്നല്ല. കാരണം എന്താ? ഇതിൽ മഅലൂമു മിൻ ഹാലിൽ യഹൂദി, ജൂതന്റെ അവസ്ഥയിൽ നിന്ന് വളരെ പ്രസിദ്ധമായി അറിയപ്പെട്ടതാണ് അന്നഹാ ലാ തജൂസു ഇഖ്തിയാറുൻ നസ്രാനിയത്തി അൽ യഹൂദിയ, ജൂത മതത്തെ വിട്ടിട്ട് ക്രിസ്തു മതം സ്വീകരിക്കാനേ പാടില്ല. ബൽ തസുമു അന്നഹു കുഫറുൻ, മറിച്ച് അവരുടെ വാദം എന്താ? അവരുടെ വാദം ഈ ജൂതമതം എന്താവുന്നു എന്നാ, കുഫറാന്നാണ് ആരുടെ വാദം? പിന്നെ ക്രിസ്തുമതം കുഫറാണ്, അവിശ്വാസാണ് എന്നാ ജൂതന്റെ വാദം. അതേപോലെ തന്നെ വൽ മഅലൂമിൻ ഹാലിൻ നസാറ ഇലൻ ദാലിക, ക്രിസ്ത്യാനിയും അതേ വാദം തന്നെ വാദിക്കണം. അതായത് ക്രിസ്തുമതേ ശരിയുള്ളൂ, ജൂതമതം കുഫറാണ്, അവിശ്വാസാണ് എന്നാണ്. ബലിൽ മുറാദു, പിന്നെ എന്താ ഈ ആയത്തിന്റെ അർത്ഥം? അപ്പൊ കൂനൂഹൂദൻ നിങ്ങൾ ജൂതന്മാരാവൂ, ഔ നസാറ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാകൂ എന്ന് പറഞ്ഞാൽ രണ്ടിന് ഏതെങ്കിലും ഇഷ്ടമുള്ളതായിക്കോളി തന്നെയല്ലേ സാധാരണ അർത്ഥം വെക്കുക. പക്ഷെ അങ്ങനെ വെക്കാൻ പാടില്ല. മറിച്ച് ജൂതൻ പറഞ്ഞു ജൂതനാണ് പറഞ്ഞത്, ജൂതൻ പറഞ്ഞാൽ ശരി,
ക്രിസ്ത്യാനി പറഞ്ഞു ക്രിസ്ത്യാനിയാണ് ശരി, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആകണം എന്നാണ് അവിടെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. ബലിൽ മുറാദു, ഈ ആയത്തിന്റെ ഉദ്ദേശം അന്നൽ യഹൂദ തദ്ഉൽ യഹൂദിയ്യ, ജൂതന്മാര് ജൂതമതത്തിലേക്ക് ക്ഷണിക്കുന്നു, അന്നസാറായിലൻ നസ്രാനിയ, ക്രിസ്ത്യാനികൾ ക്രിസ്തുമതത്തിലേക്കും ക്ഷണിക്കുന്നു. അപ്പൊ ഫകുല്ലു ഫരീഖിൻ യദ്ഉ ഇലാ ദീനിഹി, ഓരോ വിഭാഗവും അവർ കൈക്കൊണ്ട ദീനിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. വയസുഉമു അന്നഹുൽ ഹുദാ, അതാണ് സന്മാർഗം എന്നവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഫഹാദാ മാനാ ഖൗലിഹി തഹ്തദു, അതാണ് നിങ്ങൾ സന്മാർഗത്തിലാകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ ജൂതൻ പറയുന്നു നിങ്ങൾ ജൂതനായ സന്മാർഗത്തിലാകും, ക്രിസ്ത്യാനി പറയുന്നു നിങ്ങൾ ക്രിസ്ത്യാനി ആയാലേ സന്മാർഗത്തിലാകൂ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറയാനുള്ളത് എന്താ? നിങ്ങൾ ജൂതനായാലും സന്മാർഗത്തിലാകൂല, ക്രിസ്ത്യാനി ആയാലും സന്മാർഗത്തിലാകൂല, മറിച്ച് മില്ലത്തെ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം, അത് നിങ്ങൾ പിന്തുടരണം, എന്നാലേ നിങ്ങൾ സന്മാർഗത്തിലാവൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ പറഞ്ഞതല്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ പല വേണ്ടാത്ത വാദങ്ങളും സ്ഥാപിച്ചവരാണ്. ഒരു ചെറിയ ഉദാഹരണം ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ പറയാണ്, വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും തന്നെ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവരല്ല. അഥവാ ബഹുദൈവത്വത്തിന്റെ സ്വഭാവം മഹാനരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 4 ആയത്ത് പോലും വന്നിട്ടില്ല. അതേസമയത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇബ്രാഹിം നബി ഞങ്ങളാളാണ് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മക്കത്തെ അറേബ്യൻ മുശ്രിക്കുകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ കുലപതിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ 3 വിഭാഗം ആളുകൾക്കും ആരോട് ബന്ധമില്ല? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ബന്ധമില്ല. കാരണം ഇവരൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ശിർക്കിന്റെ കൂത്തരങ്ങായ ലോകത്ത് അതാ ചളിയിൽ പുരണ്ടു പോയിട്ടുള്ളവരാണ്. അതേസമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമോ തൗഹീദിന്റെ ഉന്നതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മാർഗം മാത്രമേ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഒമാ കാന മിനൽ മുശ്രിക്കീൻ. ഇവർക്ക് എല്ലാവർക്കുള്ള മറുപടിയാണത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവരായിരുന്നില്ല. എന്താണ് പറഞ്ഞത്? അന്നഹു തംബീഹുൻ അലാ അന്ന ഫീ മദ്ഹബിൽ യഹൂദി വൻ നസാറ ശുറകാ. കണ്ടോ, ജൂതമതത്തിലും ക്രിസ്തുമതത്തിലും എന്തുണ്ട്? ശിർക്കിന് വേണ്ടി അവർക്ക് പ്രചോദനം നൽകുന്ന ചില ദൈവത്തിന്റെ പങ്കാളികളായിട്ട് പലതിനെയും അവർ കാണുന്നുണ്ട്. കാരണം എന്താ? അന്നഹു തആല ഹക്കാൻ ബഅദിൽ യഹൂദി, ജൂതന്മാരിൽ നിന്ന് ചിലരെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖൗലഹും, അവരുടെ വാക്ക്, ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ അലൈഹിസ്സലാം അള്ളാഹിന്റെ മകനാണെന്ന് ജൂതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് മകനെ സ്ഥാപിക്കുന്നവർ പിതാവിനുള്ളത് പോലത്തെ കുറെ അവകാശങ്ങൾ ആർക്കും ഉണ്ടാകും, മകനും സ്ഥാപിച്ചു കൊടുക്കും. അഥവാ ആരാധന എന്ന് പറയുന്ന മഹത്തായ സംഗതി അത് റബ്ബിന് മാത്രം അർപ്പിക്കേണ്ടതിന് പകരം അള്ളാഹിന്റെ മകൻ എന്ന നിലക്ക് അവർ പരിചയപ്പെടുത്തുമ്പോൾ ഉസൈർ അലൈഹി ഇസ്ലാമിനെയും ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് അവർ ഉയർത്തും. അതേപോലെ വന്നസാറ ക്രിസ്ത്യാനികൾ കാലു, അവർ പറഞ്ഞല്ലോ അൽ മസീഹു ഇബ്നുല്ലാഹ്, ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ മോനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വദാലിക ശിർക്കുൻ, ഈ വാദം ശിർക്കാവുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി മുശ്രിക്കല്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിക്ക് ജൂതമതമായിട്ട് ബന്ധമല്ല. കാരണം ജൂതമതം ഉസൈർ നബി അള്ളാഹിന്റെ മോനാന്ന് പറയുന്നവരാണ്. ക്രിസ്തുമതമായിട്ട് ഇബ്രാഹിം നബിക്ക് ബന്ധമല്ല. കാരണം ക്രിസ്തുമതം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ മോനാണെന്ന് പറയുന്നവരാണ്. മറ്റൊന്ന് നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസാനിഹ, ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അന്നൽ ഹനീഫ ഇസ്മുൽ ലിമൻ ദാന ബിദീനി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗം പിന്തുടർന്നവർക്കാണ് ഹനീഫൻ എന്ന് പറയുന്നത്. അതായത് തെറ്റായ എല്ലാ മതങ്ങളിൽ നിന്നും ശരിയായ മതത്തിലേക്ക് ചാഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക. അപ്പൊ ഇബ്രാഹിമി സരണി എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ ഒരു സംവിധാനം ഇല്ലാത്ത വിധത്തിലുള്ള സ്വഭാവം സ്വീകരിക്കുക എന്നാണ്. എന്നാലോ മഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്, അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം അത്താ ബിശറായ മഖ്സൂസ, പ്രത്യേകമായിട്ടുള്ള കുറെ നിയമങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് കൊണ്ടുവന്നിട്ടുണ്ട്. മിൻ ഹജ്ജിൽ ബൈത്തി, കഅബത്തിൽ വന്ന് ഹജ്ജ് ചെയ്യണം എന്നത്, വൽ ഖിതാനി, മാർക്ക് കല്യാണം കഴിക്കണം എന്ന്, വഗൈരിഹിം, അത് രണ്ടും അല്ലാത്ത പലതും. അപ്പൊ ഫമൻ ദാന ബിദാലിക ഫഹുവ ഹനീഫുൻ, ഇതൊക്കെ ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ, ഹജ്ജ് ചെയ്താല്, അതേപോലെ മാർക്കം കഴിച്ചാല് ഓൻ ഇബ്രാഹിമി സരണിയിലാണ് എന്ന് പൊതുവിൽ തോന്നാം. എന്നാൽ വക്കാനുള്ള അറബ് തദീൻ ബിഹാദിൽ അഷ്യ, അറബികൾ, അറേബ്യൻ മുശ്രിക്കുകളൊക്കെ തന്നെ അവരെന്ത് ചെയ്തിരുന്നു? ഇത്തരം സംഗതികളൊക്കെ ഹജ്ജ് എന്ന് പറഞ്ഞ് പല കാട്ടിക്കൂട്ടലും അവരും നടത്തിയിരുന്നു. അതേപോലെ തന്നെ ചേലാകർമ്മം ചെയ്യാന്നുള്ളതിലൊന്നും അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആൾക്കാരാന്ന് ആര് വാദിച്ചിരുന്നു? അവർ വാദിച്ചിരുന്നു. പക്ഷെ ആ വാദിക്കുന്ന ആളുകളോ സുമ്മക്കാലത്ത് ശരിക്കും അവരെന്ത് ചെയ്യുന്നു? ശിർക്കും ചെയ്യുന്നു. അതായത് കണ്ണ് കണ്ട വസ്തുക്കളൊക്കെ ദൈവങ്ങളാക്കി പൂജിക്കുകയും ചെയ്യുന്നു.
അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹനീഫൻ എന്ന് പറഞ്ഞ് നിർത്താതെ എന്ത് പറഞ്ഞത്? ഒമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവരായിരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോ തെറ്റായ മതങ്ങളിൽ നിന്നൊക്കെ മാറിയെന്ന് മാത്രമല്ല, ശരിയായ മതത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോ അറേബ്യൻ മുശ്രിക്കിനും ഇബ്രാഹിം നബിയോട് ബന്ധമല്ല, ജൂതനും ഇബ്രാഹിം നബിയോട് ബന്ധമല്ല, ക്രിസ്ത്യാനിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ബന്ധമല്ല. ഇത് സ്ഥാപിക്കുകയാണ് ഇവിടെ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ഖാദി തങ്ങൾ പറഞ്ഞു, അൽ ആയത്തു തദുല്ലു അലാ അന്ന ലിൽ വാഹിദി മിന്ന അൻ യഹ്തജ അലാ ഗൈരിഹി ബിമാ യജ്രി മജ്റൽ മുനാഖള. മനസ്സിലായില്ലേ? ഒരാളെ ഉത്തരം മുട്ടിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു ചർച്ചയിൽ വേണമെങ്കിൽ എന്താക്കാം, ഒരു തെളിവ് അവതരിപ്പിക്കാം ഒരാൾക്ക്. ആ നിലക്കുള്ള ഒരു തെളിവ് അവതരിപ്പിക്കലാണ് ഇവിടെ എന്ത് ചെയ്യണത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തിയിട്ടുള്ളത്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിയായ മതത്തിന്റെ ആളാണെന്ന് പറയാൻ വാസ്തവത്തിൽ എന്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്നത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്ന് സ്ഥാപിക്കണമെന്നൊന്നുമില്ല. മറിച്ച് റസൂലുള്ളാഹി ശരിയായ പ്രവാചകനാണ് എന്നതിന് ആ നിബിധങ്ങൾ കൊണ്ടുവരുന്ന അവതരിപ്പിക്കുന്ന തെളിവുകൾ മാത്രം മതിയാകും. പക്ഷെ ആ തെളിവുകൾക്ക് പുറമെ അതൊരു ഉപോത്ബലകം എന്ന നിലക്ക് ഞാനീ പറയണത് തന്നെയാണ് ആരും പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ ചിലപ്പോ ഒരാശയം പറഞ്ഞിട്ട് വഹാബിയുടെ ബുക്കിന്ന് എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന ആശയത്തിന് തെളിവ് ഉദ്ധരിക്കൂലേ? ഇത് എവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഖുതുബ പരിഭാഷപ്പെടുത്താൻ പറ്റൂല, ഖുതുബ പരിഭാഷപ്പെടുത്താൻ പറ്റൂല എന്ന് സുന്നി പറഞ്ഞാൽ ആ പറയുന്ന സുന്നി എന്ത് ചെയ്യും? അതിന് തെളിവായിട്ട് പറയും. എന്തുകൊണ്ട്? ലിത്തിബായി സലഫി വൽ ഖലഫി, മുൻഗാമികളായ മഹാന്മാരും പിൻഗാമികളായ മഹാന്മാരും, അഥവാ ഈ ഇസ്ലാം മതത്തിന്റെ എല്ലാ നേതാക്കന്മാരും ഖുതുബ അറബിയിൽ മാത്രം ഓതിയ ആൾക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മതി തെളിവ്. കാരണം എന്താ? മുസ്ലിമിന്റെ മുഅ്മിനീങ്ങൾ നടന്നു വന്ന മാർഗവും അത് പിന്തുടരണം എന്നാണ് ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത്. ആ മാർഗം പിന്തുടർന്നില്ലെങ്കിൽ നരകത്തിൽ എത്തിപ്പെടുന്നതാണ് സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറയുന്നത്, ഒമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. സത്യം വ്യക്തമായതിനു ശേഷം ആരെങ്കിലും പ്രവാചകനോട് മത്സരിക്കുകയും വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ കൊണ്ടു നടന്ന മാർഗം അല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ ആ മാർഗം അവനെ നമ്മൾ വഹിപ്പിക്കുകയും അവനെ ജഹന്നമിൽ കടത്തുകയും ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ ഒരു മൂമിനായ മനുഷ്യൻ കാലാകാലങ്ങളായി പണ്ടേ സത്യവിശ്വാസികൾ എന്താണോ മതമായി കൊണ്ട് നടക്കുന്നത് അതിന്റെ ഒപ്പം നിൽക്കണം എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, അല്ലെ? അത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുന്നു? അറബി ഭാഷ ഖുതുബയിൽ ഷർത്താണ് എന്നുള്ളതിന് പണ്ഡിതന്മാരൊക്കെ തെളിവ് പറഞ്ഞു. എന്ത്? ലിത്തിബായി സലഫി വൽ ഖലഫി. മഹാന്മാരായ മുൻഗാമികൾ അഥവാ ഹിജറ 300-ന്റെ മുമ്പുള്ളവരും അതിന് ശേഷം വന്ന മഹാന്മാരൊക്കെ അവരൊക്കെ ഇങ്ങനെ ചെയ്തത്. നമുക്ക് തെളിവ് അത്ര മതി. പക്ഷേ എന്നിട്ട് ഈ പരിഭാഷാവാദക്കാരെ ഉത്തരം മുട്ടിക്കാനും അവരെ പ്രതിസന്ധിയിലാക്കാനും വേണ്ടി നമ്മൾ കൂട്ടത്തിൽ പറയും, ഈ മുൻഗാമികളും പിൻഗാമികളും ആയിട്ടുള്ള ഇസ്ലാമിന്റെ ആദരണീയരായിട്ടുള്ള ആൾക്കാരൊക്കെ അറബിയിലേ ഖുതുബോദിട്ടുള്ളൂന്ന് നമ്മൾ മാത്രം പറയണതല്ല. അത് ഈ പരിഭാഷാവാദക്കാരുടെ നേതാവായ ഉമ്മർ മൗലവി KM മൗലവി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ജുമാ ഖുതുബാറിന്റെ ബുക്ക് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്തായി? അത് അവരിൽ നിന്നു തന്നെ അവർക്കെതിരെയുള്ള ഒരു തെളിവ് ഉപോത്ബലകമായിട്ട് ഉദ്ധരിക്കുക എന്നുള്ളതാണ്. അപ്പനെയാണ് ഇവിടെ ആര് ചെയ്തത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ ചെയ്തത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്, പ്രവാചകനാണ് എന്നതിന് എന്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം തെളിവുകൾ പറഞ്ഞോളൊന്നൊന്നുമില്ല. അതാണ് പറയുന്നത്. എന്ത്? ലഅന്ന മിനൽ മഅലൂമി അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലം യകുൻ യഹ്തജു അലാ നുബുവ്വതിഹി ബി അംസാലി ഹാദിഹിൽ കലിമാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ് എന്നതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊന്നും ആർക്ക് പറയേണ്ടയില്ല, റസൂലുള്ളാഹിക്ക് പറയേണ്ടയില്ല. ബൽ കാന യഹ്തജു ബിൽ മുഅ്ജിസാത്തിൽ ബാഹിറത്തിൽ ലത്തി ലഹറത അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പ്രകടമായിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള അമാനുഷിക സിദ്ധികൾ മുഖേന പ്രവാചകത്വത്തിൻ്റെതായിട്ടുള്ള തെളിവുകൾ സ്വന്തമായിട്ട് അവതരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ലാകിന്നഹു ലമ്മാ കാന ഖദ് അഖാമൽ ഹുജ്ജത ബിഹാ വസാഹലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഅ്ജിസത്തുകൾ മുഖേന തെളിവുകൾ അവതരിപ്പിക്കുകയും നബിതങ്ങൾ പ്രവാചകനല്ല എന്ന സന്ദേഹമുള്ളവരുടെ മനസ്സിൽ നിന്ന് ആ സന്ദേഹം നീക്കാൻ ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ എന്നിട്ടും ഈ തെളിവുകൾ കണ്ടിട്ടും പിന്നെയും
ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ബാത്തിലായ തെറ്റായ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുത വെക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ ഫൈന്ദദാലിക, ആ സമയത്താണ് ഔറദ അലൈഹിം മിനൽ ഹുജ്ജത്തി, തെളിവുകളിൽ നിന്ന് അവരുടെ മേലിൽ എതിരായിട്ട് റസൂലുള്ള കൊണ്ടുവന്നത് മായുജാലിസു മാ കാനൂ അലൈഹി, അവര് നിലകൊള്ളുന്ന ഒരു വിഷയത്തിന്റെ കടിച്ച പാമ്പനെ കൊണ്ട് വിശർപ്പിക്കാറുന്ന മാതിരി പിന്നെ അവര് നിലകൊള്ളുന്ന അല്ലെങ്കിൽ അവര് പറയുന്ന ന്യായത്തിൻ്റെതായിട്ട് അതിനോട് കിടപിടിക്കാവുന്ന വിധത്തിലുള്ള ഒരു ന്യായം തന്നെ അവരോട് റസൂലുള്ള തിരിച്ചു പറഞ്ഞു. അതായത് ഇൻകാനദ്ദീനു ബില്ലിത്തിബാഇ, മുമ്പേ വന്നവരെ പിന്തുടരലാണ് മതമെങ്കിൽ ഫൽമുത്തഫഖു അലൈഹി, എല്ലാരും ശരിയാണെന്ന് ഏകോപിച്ച് സമ്മതിക്കുന്നത് വഹു മില്ലത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ്, അത് ഔലാ ബിൽ ഇത്തിബാഇ, അതാണല്ലോ ഏറ്റവും പിന്തുടരാൻ നല്ലത്. ഇബ്രാഹിം നബി ശരിക്കുള്ള ആളാണെന്ന് ക്രിസ്ത്യാനിയും ജൂതനൊക്കെ പറയണ സ്ഥിതിക്ക് എന്നാ പിന്നെ നമ്മൾ എന്താക്കുക, എല്ലാവരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയണ മാതിരി അങ്ങോട്ട് പറയാ. അല്ലാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആൾക്കാരാണ് ഞങ്ങൾ, ഇബ്രാഹിം നബി പറഞ്ഞ പോലെ ഞങ്ങൾ നടക്കണമെന്ന് പറയാ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിലകൊള്ളുന്ന എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളൊക്കെ എതിർക്കുകയും ചെയ്യാ. അല്ലേ, ഇപ്പൊ നടക്കണ മാതിരി ആ നിലക്കുള്ള സംഗതികളായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ എന്ത് ചെയ്തതാണ്, തെളിവിന് ഉപോത്ബലകമായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സരണിയെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഇവിടെ കൂട്ടുപിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയതാണ്. അത് തെളിവ് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉപോത്ബലകമായ തെളിവുകളുടെ കാര്യത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇനി എന്നിട്ട് പിന്നെ പണ്ഡിതന്മാര് പറയണത്, അപ്പൊ ഇത് പറഞ്ഞാൽ ചിലപ്പോ എന്താവും, ക്രിസ്ത്യാനി പറയേ നിങ്ങൾ പറഞ്ഞമായിരുന്നല്ല ഇബ്രാഹിം നബി എന്തിന്റെ ആൾ തന്നെ, ഷിർക്കിന്റെ ആൾ തന്നെയാണ്, ഞങ്ങൾ പറഞ്ഞമാതിരി ബഹുദൈവത്തെ മൂപ്പരത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിലോ അതിനുള്ള മറുപടി അന്നഹു കാന മഅലൂമൻ ബിത്തവാത്തുരി, തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടതാണ്, അഥവാ എല്ലാ മനുഷ്യന്മാർക്കും തീനൊരു സത്യാണ്. അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാസ്ബത്തൽ വലദലില്ലാഹി തആല, അള്ളാഹ്ക്ക് സന്താനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് സന്താനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഫലമ്മ സഹാനിൽ യഹൂദി വൻ നസാറ, ക്രിസ്ത്യാനികളും ജൂതന്മാരും പറയുന്നതായി ശരിയായി വന്നിട്ടുണ്ടെന്ന്, അന്നഹും ഖാലു ബിദാലിക, പടച്ചോന് മക്കളുണ്ട്. ജൂതനും പറഞ്ഞു അള്ളാഹ്ക്ക് മക്കളുണ്ട്, ഉസൈർ അലൈഹി സ്വലാം മകനാണ്. ക്രിസ്ത്യാനി പറഞ്ഞു ഈസാ അലൈഹി സ്വലാം മകനാണ്. അങ്ങനെ വന്നപ്പോൾ സബത അന്ന തരീഖതഹും മുഖാലിഫത്തുൽ ലിതരീഖത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, അവര് കൊണ്ടു നടക്കുന്ന മാർഗം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തിനെതിരാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കുള്ള പ്രവാചകനാണ് എന്നതിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ അള്ളാഹിന്റെ റസൂല് സവിസ്തരം അവതരിപ്പിക്കുകയും സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സരണിയോട് ആശയപരമായി പൊരുത്തമുള്ളത് എനിക്കാണെന്ന് കൂടി റസൂലുള്ള പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെളിവുകളൊക്കെ ബോധ്യപ്പെട്ടതിന്റെ പുറമെ അവർക്ക് കൂടി സ്വീകാര്യമായ ചില നിലപാടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ ഇനി 136-ാമത്തെ ആയത്ത്, ഖൂലു, നിങ്ങൾ പറയുക, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില ഇലൈന, ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു, വൈസ്മായില, ഇസ്മായിൽ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും, വൈസാഖ, ഇസ്ഹാഖിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും, വയാഖൂബ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ അവതരിപ്പിക്കപ്പെട്ടതും കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വല്ലസ്ബാത്തി, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഊത്തിയ മൂസ, മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വഈസ, ഈസാ നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഊത്തിയൻ നബിയൂൻ, എല്ലാ നബിമാർക്കും നൽകപ്പെട്ടത് കൊണ്ടെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മിർ റബ്ബിഹിം, അവരുടെ നാഥനായ അല്ലാഹുവിൽ നിന്ന് നൽകപ്പെട്ടത് കൊണ്ടെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ആ നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ ഇടയിലും ഞങ്ങൾ വേർതിരിവുണ്ടാക്കൂല, ഭിന്നിപ്പുണ്ടാക്കൂല, വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം വഴങ്ങി കൊടുക്കുന്നവരാണ്, അതിനുവേണ്ടി അനുസരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതിപ്പോ ആരോടാ പറയാൻ പറഞ്ഞേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉമ്മത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം നമ്മളോട്. എന്ത്? ഞങ്ങൾ അള്ളാഹിനെ കൊണ്ടും
അതേപോലെ ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് അടക്കമുള്ള എല്ലാ നബിമാരിലേക്കും അവതരിപ്പിക്കപ്പെട്ടതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇബ്രാഹിം നബി ശരിയാണ്, മൂസാ നബി ശരിയാണ്, ഈസാ നബി അലൈഹി സ്വലാം, എല്ലാ നബിമാരും ശരിയാ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. അവരുടെ ഒരാളുടെ ഇടയിലും ഞങ്ങൾ വേർതിരിവുണ്ടാക്കൂലാച്ചാ ചിലര് ശരിയാണെന്നും മറ്റു ചിലര് ശരിയല്ല എന്നും ഞങ്ങൾ പറയില്ല. എല്ലാ നബിമാരും ശരിയാ, ആ നബിമാരെ അവതരിപ്പിച്ചതും ശരിയാ. അവരുടെ കാലഘട്ടങ്ങളിൽ മതം എന്ന രൂപത്തിൽ ആ നബിമാർ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സത്യമായിരുന്നു അക്കാലഘട്ടത്തിലേക്ക് എന്ന് ആരുറച്ചു വിശ്വസിക്കുന്നു? ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ആരെങ്കിലും ബോധിപ്പിക്കാനല്ല, പടച്ചോന്റെ പൊരുത്തം കിട്ടാനാണ് എന്ന് മുസ്ലിമീങ്ങൾ അവരുടെ നയപ്രഖ്യാപനം നടത്തണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതെന്തിനാ എങ്ങനെ ഇവിടെ പറഞ്ഞത്? ഏലം അന്നഹു തആല അല്ലാഹു തആല ലമ്മ അജാബ ബിൽ ജവാബിൽ ജദലിയ്യ അവ്വലൻ. താർക്കികമായ ശൈലിയിൽ അല്ലാഹു തആല നേരത്തെ മറുപടി പറഞ്ഞു അല്ലേ? നേരത്തെ ഈ കഴിഞ്ഞ ആയത്തിൽ വാസ്തവത്തിൽ ഒരാൾ തർക്കിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഓനോട് എന്ത് ചെയ്യണം? തർക്കത്തിന്റെ ശൈലിയിൽ അവിടെ സ്വീകരിക്കേണ്ട ഒരു മാർഗം സ്വീകരിച്ച് മറുപടി പറയണം. അപ്പൊ ആ മറുപടി എന്തെന്ന് പറഞ്ഞത്? ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരാണ്, യാക്കൂബ് നബിന്റെ മക്കളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് നബിമാര് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളൊക്കെ അവരൊക്കെ കാണിച്ചു തന്ന പോലെയാണ് ഞങ്ങൾ പോണത് എന്നെങ്ങാനും ക്രിസ്ത്യാനിയോ ജൂതനോ പറയുകയാണെങ്കിൽ, പാരമ്പര്യം നിങ്ങൾക്ക് മതമായിട്ട് സ്വീകരിക്കാനുള്ള ഒരു മാനദണ്ഡമാണെങ്കിൽ ആ പാരമ്പര്യത്തിൽ ഈ പറഞ്ഞ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് നിങ്ങൾ പറയുന്നതിനേക്കാളും സ്ഥിരപ്രതിഷ്ഠ നേടിയതാണല്ലോ എന്ത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം. അതുകൊണ്ട് ആ ഇബ്രാഹിം നബിന്റെ പാരമ്പര്യം അല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്? അങ്ങനെ ഇബ്രാഹിം നബിന്റെ പാരമ്പര്യം നിങ്ങൾ സ്വീകരിക്കായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ ബഹുദൈവവാദികളായത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും തന്നെ പടച്ചോന് മക്കൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് അവരെ വായടപ്പിക്കും വിധത്തിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുട്ടുമസാലക്ക് മുണ്ടം വടി എന്ന് പറഞ്ഞ പോലത്തെ മറുപടിയാണ് നേരത്തെ അല്ലാഹു തആല എന്ത് ചെയ്തത്? കഴിഞ്ഞ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അതിനുശേഷം സക്കറ ബഅദഹു ജവാബൻ ബുർഹാനിയൻ ഫി ഹാദിഹിൽ ആയ. ഇനി വ്യവസ്ഥാപിതമായ തെളിവ് കൊണ്ടുള്ള മറുപടി അല്ലാഹു തആല ഈ ആയത്തിൽ പറയാണ്. മനസ്സിലായോ? നേരത്തെ തർക്കത്തിന്റെ രൂപത്തിലുള്ള മറുപടി അല്ലാഹു തആല കൊടുത്തു ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. ഇപ്പോഴതാ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടി ഈ ആയത്തിലൂടെ അല്ലാഹു തആല കൊടുക്കുക. അതെന്താ തെളിവ്? അന്ന ത്വരീഖ ഇലാ മഅരിഫത്തി നുബുവത്തിൽ അംബിയായ അലൈഹിമുസ്സലാത്തു വസ്സലാം. നബിമാരൊക്കെ അവര് നബിമാരാണ് എന്ന് മനസ്സിലാക്കാനുള്ള മാർഗം ളുഹൂറുൽ മുഅ്ജിസി അലൈഹിം, അമാനുഷികമായിട്ടുള്ള സിദ്ധികൾ അവരിലൂടെ പൊളിവാകലാണ്. അമാനുഷിക സിദ്ധികൾ, മനുഷ്യനെ കൊണ്ട് സാധാരണഗതിയിൽ ചെയ്യാൻ സാധിക്കാത്ത സംഗതികൾ അവർ ചെയ്യാം. പ്രവാചകത്വവാദത്തിനോടനുബന്ധിച്ചുള്ള വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുക? ആ നിലക്കുള്ള സംഗതികൾ ചെയ്യുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക? പ്രവാചകന്മാർ, ഞാൻ പ്രവാചകനാന്നൊരു നബി എന്ന് പറയുമ്പോ എന്താ തെളിവ് എന്നവർ ചോദിച്ചാൽ എന്താ തെളിവ് വേണ്ടത്? വേണ്ട തെളിവ് അവർ പറയുന്നു. ആ തെളിവ് പറയുമ്പോൾ ആ തെളിവ് വേണ്ട അവതരിപ്പിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അത് കാണിച്ചു കൊടുത്താൽ മനസ്സ് വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറുള്ളവരെന്താക്കും? അവർക്കിത് നബിയാന്ന് ബോധ്യപ്പെടാനും വിശ്വസിക്കാനും മതി. അതേ സമയത്ത് ബോധ്യപ്പെട്ടാലും കൊഞ്ഞനം കുത്തുന്ന ആൾക്കാരുണ്ടാകും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുക്കൾ പലതും ആവശ്യപ്പെട്ടിട്ടില്ലേ? ആവശ്യപ്പെട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞത് കാണാം. അങ്ങനെ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തപ്പോ പക്ഷെ എന്താ ഉണ്ടായത്? ആ അറേബ്യൻ മുശ്രിക്കുകൾ എന്താ പറഞ്ഞേ? ആ കൊള്ളാലോ നിന്റെ ജാലവിദ്യ. മനസ്സിലായോ? അവരാദ്യം ആവശ്യപ്പെട്ടു, ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്, കഴിയൂല എന്ന് വിചാരിച്ചിട്ട് ആവശ്യപ്പെട്ടതാ. പക്ഷെ നബി തങ്ങളെ ശരിക്കും നടത്തി കാണിച്ചു കൊടുത്തപ്പോ അത് മുഅ്ജിസത്താണെന്ന് അംഗീകരിക്കുന്നതിന് പകരം ജാലവിദ്യയാണെന്ന് പറഞ്ഞ് കൊഞ്ഞനം കുത്താനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഇസ്രാ മിഅ്റാജിന്റെ പിറ്റേ ദിവസം നമുക്കറിയാലോ, ഞാൻ ഇന്നലെ രാത്രി എവിടെ പോയി? ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അറേബ്യൻ മുശ്രിക്കുകൾ എന്താ ചോദിച്ച്? അത് ഉണ്ടായിട്ടേ ഉണ്ടാവില്ല എന്ന് വരുത്താൻ വേണ്ടി അഥവാ പോയാൽ തന്നെ എന്തായാലും നബിതങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള നിലക്ക് അവർ എന്നാ പിന്നെ ബൈത്തുൽ മുഖദ്ദസ് ഒന്ന് വിശദീകരിച്ചോണ്ട സിഫുലന മസ്ജിദ് അൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ എന്ന പള്ളി ഒന്നും വിശദീകരിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ നമ്മളെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ അവിടെ എത്ര വാതിലുണ്ടെന്നും എത്ര ജനലുണ്ടെന്നും എണ്ണല്ലേ നമ്മൾ സാധാരണ? മനസ്സിലായില്ലേ? അതെ, അതിന്റെ പിന്നെ അങ്ങനെ എണ്ണല്ലേ നമ്മൾ സാധാരണ? ഇല്ലല്ലോ. അപ്പൊ അവർക്ക് റസൂല പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യില്ല, അത് മനസ്സിലായിട്ടുണ്ടാവില്ലോ എന്നുള്ള നിലക്ക് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി അവർ ചോദിച്ചു സിഫുലന മസ്ജിദ് അൽ അഖ്സ, മസ്ജിദുൽ അഖ്സയെ ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചുതാ, വിശദീകരിച്ചുതാ. കേറിനോടത്ത് എത്ര വാതിലുണ്ട്, അപ്പുറത്തെ ജനലുണ്ട്, ഇപ്പുറത്തെ എത്ര ഓട്ടുണ്ട്, അപ്പുറത്തെ വിൻഡോ ഉണ്ട്, ഇതൊക്കെ ഒന്ന് വിശദീകരിച്ചു തരാൻ പറഞ്ഞു.
അപ്പോഴാ ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മുന്നിൽ മസ്ജിദുൽ അഖ്സയുടെ ഒരു എക്സാക്ട് ഫോട്ടോ കൊണ്ടുവന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ മുമ്പിൽ അങ്ങ് പിടിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വെച്ച് അങ്ങനെ വിശദീകരിച്ചു. കയറി വരുന്നിടത്ത് ഇത്ര വാതില്, വലത്തോട്ട് ഇത്ര ജനല്, ഇടത്തോട്ട് ഇത്ര ജനല്, ചുമരിന്റെ ഇന്ന ഭാഗത്ത് ജനല്, ആ ഭാഗത്ത് വാതില്. അള്ളാഹിന്റെ റസൂല് കൃത്യമായിട്ടാണ് വിശദീകരിച്ചു കൊടുത്തപ്പോ ശത്രുക്കളുടെ കണ്ണ് തള്ളിപ്പോയി. പക്ഷെ എന്നിട്ടും ആ മിസ്കിമാര് വിശ്വാസത്തിലേക്ക് വന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ റസൂലാണെന്ന് ബോധ്യപ്പെടാൻ ഇനി എന്താ വേണ്ടത്? അപ്പൊ അങ്ങനെ മുഅ്ജിസത്തുകൾ വെളിവാക്കിയിട്ടാണ് നബിമാരാണെന്ന് അറിയാനുള്ള ഒരു മാർഗമെങ്കിൽ വലമ്മാ ലഹറൽ മുഅ്ജിസു അലാ യദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മുഅ്ജിസത്തുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വജബൽ ഇഅ്തിറാഫു ബിനുബുവ്വത്തിഹി വൽ ഈമാനു ബിരിസാലത്തിഹി, നബി തങ്ങളുടെ നുബുവത്തിനെയും അതേപോലെ തന്നെ പ്രവാചകത്വത്തെയും സമ്മതിക്കലും വിശ്വസിക്കലും അത് നിർബന്ധമായി. കാരണം എന്താ? അത് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും പറയാണ്. ഒരു നബിയാണെന്നതിന് മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിലുള്ള മാർഗം അവർ കാണിക്കുന്ന മുഅ്ജിസത്തുകളിലൂടെയാണെങ്കിൽ ആ മുഅ്ജിസത്ത് കാണിച്ചതിന്റെ പേരിൽ ഈസാ അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ ന്യായമൊന്നും നിങ്ങളുടെ മുന്നിലില്ല. അപ്പൊ ഫഇന്ന തഖ്സീസൽ ബഅലി ബിൽ ഖബൂലി വ തഖ്സീസൽ ബഅലി ബിൽ റദ്ദി യൂജിബുൽ മുനാഖലത ഫി ദലീൽ. ണ്ടോ ഒരേ ന്യായമുള്ള രണ്ടാളുകളിൽ നിന്ന് ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക, മറ്റാളെ റിജക്ട് ചെയ്യുക, അത് വാസ്തവത്തിൽ എന്തല്ല, തെളിവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അതുകൊണ്ട് പ്രവാചകന്മാര് എന്ന് പറയുന്ന ആ വിഭാഗത്തെ മൊത്തത്തിൽ എന്താക്കണം? സമ്മതിക്കണം, എല്ലാരും വിശ്വസിക്കണം. അതിൽ നിന്ന് ചിലരെ തെരഞ്ഞുപിടിച്ച് വിശ്വസിക്കുകയും മറ്റു ചിലരെ തെരഞ്ഞുപിടിച്ച് അവിശ്വസിക്കുകയും ചെയ്യുന്ന നിലപാട് ശരിയല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ ഞങ്ങൾ, അല്ലാഹു തആല മുസ്ലിങ്ങളോട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോട് പറയാണ്, മുസ്ലിങ്ങളായ ഞങ്ങളുടെ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും ഞങ്ങൾ വിശ്വസിക്കുന്നു, മൂസാ ഈസാ അലൈഹി ഇസ്ലാം അടക്കമുള്ള എല്ലാ നബിമാരിലേക്കും അവതരിപ്പിക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നബിയെ ഞങ്ങൾ അവിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഈസാ എന്ന് കേൾക്കുമ്പോ അലൈഹി സ്വലാം എന്ന് പറയാൻ നമുക്കൊരു മടിയുമില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാൻ മുസ്ലിമുകൾക്കൊരു മടിയുമില്ല. അതേ സമയത്ത് ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് കടുത്ത അസൂയ, അതേപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി വളരെ മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ. അതുപോലെ തന്നെ ജൂതന്മാരുടെ നിലപാടെന്താ? റസൂലുള്ളാഹിനോട് ഭയങ്കര വെറുപ്പ്, ഈസാ അലൈഹി ഇസ്ലാമിനോട് ഭയങ്കര വെറുപ്പ്. ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാൻ പറ്റാത്ത തോന്നിയാസങ്ങളൊക്കെ ജൂതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? പണ്ട് കാലത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഇരട്ടത്താപ്പ് ശരിയാവില്ല. പ്രവാചകത്വത്തിന്റെ തെളിവുകൾ ബോധ്യപ്പെട്ട എല്ലാവരെയും എന്ത് ചെയ്യണം? അംഗീകരിക്കാൻ തയ്യാറാവണം. ഞങ്ങൾ അതിന്റെ ആൾക്കാരാണ്. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ നിന്ന് ഒരാളുടെ ഇടയിൽ ഞങ്ങൾ വേർതിരിവുണ്ടാക്കൂലാച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാ നബിമാരെയും അംഗീകരിക്കും. എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നു സത്യമാണെന്ന് മനസ്സിലാക്കാനും ആർക്ക് സാധിക്കും? ഞങ്ങൾക്ക് സാധിക്കും. ഇതാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കൃത്യമായിട്ടുള്ള റൂട്ട്, ബുദ്ധിപരമായ അതേപോലെ തന്നെ ന്യായത്തിന്റെ പക്ഷത്ത് ഒക്കെ നിൽക്കുന്നത് ആര് മാത്രാണ്? റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് മാത്രാണ്. ഈ നസ്രാനിക്കോ യഹൂദിക്കോ എന്തില്ല, അങ്ങനത്തെ ഒരു ശൈലിയോട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് വസ്തുതാപരമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ പിന്നെ ഇവിടെ നമ്മൾ ഈസാ നബിനെയും മൂസാ നബിനെയൊക്കെ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അവിടെ ഒരു ചോദ്യം ചിലർക്ക് ഉണ്ടാകാം. എന്ത്? കൈഫ യജൂസുൽ ഈമാനു ബി ഇബ്രാഹിമോ മൂസ വ ഈസ? എങ്ങനെ നമ്മൾ ഇബ്രാഹിം നബിനെയും മൂസാ നബിനെയും ഈസാ നബിനെയൊക്കെ വിശ്വസിക്കുക? മയൽ ഖൗലി ബി അന്ന ശറായിഅഹു മൻസൂഖ, അവരുടെ നിയമ വ്യവസ്ഥിതികളൊക്കെ ദുർബലപ്പെടുത്തപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ. ഇനി തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റേ കാലഹരണപ്പെട്ടു എന്നല്ലേ പറയണേ. അപ്പൊ പിന്നെ നമ്മൾ അവരെ വിശ്വസിക്കുന്നു എങ്ങനെ പറയാം? അങ്ങനെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ കുൽന, നമുക്ക് പറയാനുള്ള മറുപടി എന്താ? നമുക്ക് പറയാനുള്ള മറുപടി നഹ്നു നൂമിനു, ഞങ്ങൾ വിശ്വസിക്കുന്നു ബി അന്ന കുല്ല വാഹിദിൻ മിൻ തിൽക ശറായി, ആ നബിമാരൊക്കെ കൊണ്ടുവന്ന നിയമസംഹിതകൾ കാന ഹഖ്ഖൻ ഫീ സമാനിഹി, ആ കാലഘട്ടത്തിലെ സത്യായിരുന്നു, അക്കാലഘട്ടത്തിലെ ദൈവിക മതം അതായിരുന്നു. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം ദീനീ പ്രബോധനം നടത്തുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം മതമായിട്ട് എന്തൊക്കെ പറഞ്ഞോ അക്കാലഘട്ടത്തിലേക്കുള്ള സത്യം അത് തന്നെയായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഫലാ യൽസമു മിനൽ മുനാഖല, അങ്ങനെ വരുമ്പോ ഞങ്ങൾ എന്ത് വരുന്നില്ല? തെളിവുകൾക്കിടയിൽ ഒരു വ്യത്യാസപ്പെടുത്തൽ വരുന്നില്ല. ആ നബി പറഞ്ഞതും ശരിയാണ്, ഈ നബി പറഞ്ഞതും ശരിയാണ് എന്ന് പറഞ്ഞാൽ
ആ നബി പറഞ്ഞത് ആ കാലഘട്ടത്തിലേക്കുള്ളതായിരുന്നു. അക്കാലഘട്ടത്തിൽ ആ നബി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അതേസമയത്ത് റസൂലുള്ള വന്നപ്പോ ബാക്കിയുള്ളതിനൊക്കെ അള്ളാഹു തആല ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി ഇത് മാത്രമേ പറയാവൂ എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് അത് ശരിയായിരുന്നു, ആ ശരി നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവര് നബിമാരുമാണ്. അപ്പൊ ഈ ഒരു നേരത്തെ വന്നു പോയ ഒരാള് നബി അല്ല എന്ന് പറയാൻ ആരില്ല, ഞങ്ങളില്ല. അവരെ അനാദരിക്കാനും ഞങ്ങളില്ല, മറിച്ച് നല്ല ആദരവിന്റെ, മനസ്സറിഞ്ഞ ആദരവിന്റെ പിന്നാലെയാണ് അവരോടുള്ള ഞങ്ങളുടെ സമീപനം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് അമ്മൽ യഹൂദു വൻ നസാറ, ക്രിസ്ത്യാനിയും ജൂതന്മാരോ ലമ്മായി തറഫൂബിൻ ഉവ്വത്തി അലൈഹി, അമാനുഷിക സിദ്ധികൾ പ്രകടമായ ചിലരെ അവരെന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ഉദാഹരണം ജൂതന്മാർ മൂസാ നബിയെ വിശ്വസിക്കുന്നു. അതേസമയത്ത് അങ്കറു നുബുവത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പ്രവാചകത്വത്തെ അവർ നിഷേധിക്കുന്നു. ഖിയാമിൽ മുഅ്ജിസ അലായദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളിലൂടെ ആണെങ്കിലോ അമാനുഷിക സിദ്ധികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരിലൂടെ ഒക്കെ പ്രകടമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ റസൂലുള്ളാഹിലൂടെ പ്രകടമായിട്ടുണ്ട്. എന്നിട്ടും അവർ നബി സല്ലല്ലാഹു തങ്ങളെ നിഷേധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരാണ് ഇവിടെ എന്തുണ്ടാക്കുന്നത്, ഈ അനാവശ്യമായിട്ടുള്ള ഭിന്നിപ്പും അതേപോലെ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത്. മുസ്ലിമീങ്ങൾ ഒരിക്കലും എന്തില്ല, എല്ലാ നബിമാരെയും ഉൾക്കൊള്ളുന്നവരും എല്ലാ നബിമാരെയും ആദരിക്കുന്നവരും എല്ലാ നബിമാരും കൊണ്ടുവന്ന് സത്യമാണെന്ന് സമ്മതിക്കുന്നവരുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഗീയമായ വേർതിരിവ് ഉണ്ടാക്കിയിട്ട് അസ്വസ്ഥതയും അസമാധാനവും ഉണ്ടാക്കാൻ ഈ യഹൂദി നസാറ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ എന്താ, എല്ലാ നബിമാരെയും ഉൾക്കൊള്ളാനാണ്, എല്ലാ നബിമാരെയും അംഗീകരിക്കാനാണ്. അതുകൊണ്ട് തന്നെ മറ്റു നബിമാരെ ഇകഴ്ത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്താനുള്ള ശ്രമം ചില ഏരിയകളിൽ നിന്നുണ്ടായപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി അതിനെതിരെ ശബ്ദിച്ചത് നമുക്ക് ഹദീസിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ തന്നെ കാണാൻ സാധിക്കുന്ന സംഗതിയുമാണ് എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മളോട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഏതായാലും ശരി, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉമ്മത്തിന്റെ നിലപാട് ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. അത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും പവറുമായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. അതാണ് ചിലരെ വിശ്വസിച്ച് മറ്റു ചിലരെ അവഗണിക്കുക, അവിശ്വസിക്കുക എന്ന നിലപാട് ഒരിക്കലും ആർക്കില്ല, മുസ്ലിമീങ്ങൾക്കില്ല. പിന്നെ വനഹനു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ അള്ളാഹുവിന് വേണ്ടി അനുസരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഫൽ മാന, ആയത്തിന്റെ അവസാന ഭാഗത്തുള്ള അതിന്റെ അർത്ഥം എന്താ, അന്ന ഇസ്ലാമന, ഞങ്ങൾ മുസ്ലിം ആകുന്നത് ലി അജ്ലി ത്വാഅത്തില്ലാഹി തആല, അള്ളാഹിനെ അനുസരിക്കുക എന്ന കാരണത്തിന് വേണ്ടിയാണ്. ലാലി അജലിൽ ഹവ, ഞങ്ങളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയല്ല. അതായത് മതം എന്ന് പറയണത്, അതേപോലെ ആദർശം എന്ന് പറയണത്, അതൊക്കെ അതെന്തിനുള്ളതാകരുത്, അത് പടച്ച റബ്ബിന്റെ പൊരുത്തം സംരക്ഷിക്കാനും അവനനുസരിക്കാൻ വേണ്ടിയും ആകണം. അല്ലാതെ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചില സംഗതികൾ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സൈഡായിട്ട് എന്ത് കാണരുത്, മതത്തെ കാണരുത്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ സമയത്തും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ. ചിലർക്ക് തെരീക്കത്തൊക്കെ പ്രസംഗം കിട്ടാനുള്ള ഒരവസര, പ്രസംഗവും വേദിയും കിട്ടാൻ വേറെ സംവിധാനമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ ഒരിക്കലും അല്ല. ഒരു മുസ്ലിം അവന്റെ ഇസ്ലാം അവൻ എങ്ങനെയാ കൊണ്ടുനടക്കേണ്ടത്, ഇസ്ലാം അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അനുസരിക്കുന്നു എന്ന നിലപാടെടുക്കണം. അതാ പറഞ്ഞത് അന്ന ഇസ്ലാമിനാലി അജലി ത്വാഅത്തില്ലാഹി തആല, അള്ളാഹിനെ അനുസരിക്കുക എന്നതിനാണ് ഞങ്ങളെ ഇസ്ലാം. അല്ലാതെ എന്തല്ല ലാലി അജലിൽ ഹവ, മനസ്സിലായില്ലേ? ലാലി അജലിൽ ഹവ, വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള എന്തോ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു പരിപാടിയല്ല എന്നാണ് ഈ വനഹനുലഹു മുസ്ലിം എന്ന് പറഞ്ഞത്. വൈദാക്കാന കദാലിക, സംഗതി അങ്ങനെയാണെങ്കിൽ ഫഹുവ യഖ്തലി, അള്ളാഹ്ക്ക് വേണ്ടി അനുസരിക്കുക എന്നൊരു സംഗതി വന്നാൽ, ആ സംഗതി വരുന്ന സമയത്ത് ഫഹുവ യഖ്തലി, അതിൽ നിന്നും മനസ്സിലാകുന്നത് അന്നഹു മതാ ലഹറൽ മുഅ്ജിസു വജബൽ ഈമാനു ബിഹി, അമാനുഷിക സിദ്ധികൾ പ്രവാചകത്വം മനസ്സിലാക്കാനുള്ള മാർഗങ്ങളായിട്ട് വരുന്ന എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടാൽ അപ്പൊ അത് വിശ്വസിക്കാൻ എന്താവും, നമുക്ക് കടമയുണ്ട് എന്നാണ്. അമ്മാ തഖ്സീസു ബഅലി അസ്ഹാബിൽ മുഅ്ജിസാത്തി ബിൽ ഖബൂലി, അപ്പോ അമാനുഷിക സിദ്ധികളുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്, അഥവാ നബിമാര്. അവരിൽ നിന്ന് ചിലരെ സ്വീകരിക്കുകയും വൽവാലി ബിർറദ്ദി, മറ്റു ചിലരെ അവഗണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഫദാലിക യദുല്ലു അലാ അന്നൽ മഖ്സൂദ മിൻ ദാലിക അൽ ഈമാനി, അവിടെ ആ വിശ്വാസത്തിന്റെ ലക്ഷ്യം ലൈസ തആത്തല്ലാ, അള്ളാഹുവിനെ അനുസരിക്കലല്ല, വല്യങ്കിയാദലഹു, അള്ളാഹുവിന് വഴങ്ങലും അല്ല, വലിത്തിബാഉൽ ഹവ, മറിച്ച് ദേഹേച്ഛക്ക് പിന്തുടരലാണ്. അല്ലെ? ന്യായത്തിന്റെയും സത്യത്തിന്റെയും ഒക്കെ പങ്കിൽ അത് പറഞ്ഞ എല്ലാരും എന്ത് ചെയ്യണം, ഒരേപോലെ കാണണം. അല്ലെ? ഒരാൾ ശരീഅത്ത് വിരുദ്ധനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അയാൾക്കെതിരെ തീരുമാനം എടുത്തത്.
എന്തോ അറിയില്ല, ഈ ആയത്തുകളൊക്കെ ഇപ്പൊ നടക്കുന്ന സംഗതികൾക്കൊക്കെ വല്ലാണ്ടൊരു ഒരു ബന്ധം അങ്ങനെ തോന്നുക. ഓർക്ക് ഇടയിൽ അയാൾക്ക് ശരീഅത്ത് വിരുദ്ധമായിട്ടുള്ള പലതും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തതിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു ഭിന്നിപ്പുമില്ല, ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടെ അത് എടുത്തതാണ് എന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങൾ സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ആധികാരികമായിട്ടൊരു പ്രസ്താവന നടത്തിയാൽ, ആ പ്രസ്താവന നടത്തിയ ആളായിട്ട് ഞങ്ങൾക്ക് എന്തില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ആ സമയത്ത് അവിടെ കേട്ടിരുന്ന ആൾക്കാരായിട്ടാ ഞങ്ങൾക്ക് കുഴപ്പമുള്ളതെന്ന് വേറൊരാൾ വന്ന് പറഞ്ഞാൽ, ആ പറയുന്ന ആള് ഒന്നുകിൽ ആള് നോർമൽ അല്ല, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ പിന്നെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം ഏതൊരാൾക്കും മനസ്സിലാവൂലേ? അല്ലേ? ഏതാൾക്കാ മനസ്സിലാകാണ്ടക്ക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിലാകാണ്ടക്കോ? അപ്പോ ഒരു സംഗതി പറയാ, സുലൈമാൻ ഉസ്താദ് പറയാ, അതേപോലെ തന്നെ വൈലത്തൂർ തങ്ങൾ പറയാ. വൈലത്തൂർ തങ്ങള് ഇത്ര വരെ പറഞ്ഞു ഒരാളെ സംബന്ധിച്ച്. ഞാൻ പണ്ടേ പറഞ്ഞല്ലോ കാട്ടുകള്ളനാണല്ലോ. അപ്പൊ വൈലത്തൂർ തങ്ങളോടൊന്ന് പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കിന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആള് പറയാണ് വൈലത്തൂർ തങ്ങളെ ഇബാറത്തൊന്നും ഹല്ലിയങ്ങളായിട്ടില്ല എന്ന്. കാട്ടുകള്ളനാണ് എന്ന് ഒരാളെ പറ്റി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞാൽ ആ ഇബാറത്ത് ഹല്ല് ചെയ്യാൻ വേറൊന്നും ആവശ്യമല്ല, പച്ച മലയാളത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ ആവശ്യമുള്ളൂ. മനസ്സിലായില്ലേ? അത് വൈലത്തൂർ തങ്ങൾ പറഞ്ഞത് എപ്പോഴാന്നും ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നും അത് ഇവിടെ തലച്ചോറിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതേ സമയത്ത് ഞാൻ ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്തോളുന്നില്ല, മനസ്സിലായിക്കൊള്ളുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു നിലപാട് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം, അല്ലേ? പ്രവാചകന്മാരുടെ ഇടയിൽ എല്ലാവരും ഒരേ തീരുമാനം പറഞ്ഞ ആൾക്കാര്, ഒരേ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ, ഒരേ പ്രസ്താവനയിൽ ഒപ്പിട്ട ആൾക്കാര്. അതിന് ചിലരെ ഞങ്ങൾ എടുക്കും, ചിലരെ ഞങ്ങൾ തള്ളും എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തന്നെ എന്തല്ല, അത് ന്യായത്തിന് വേണ്ടിയല്ല, സത്യത്തിന് വേണ്ടിയല്ല, പടച്ചോന് വേണ്ടിയല്ല, മറിച്ച് അത് വെറും ഹവക്ക് വേണ്ടി മാത്രമാണ്, അഥവാ സ്വന്തം ഇച്ഛകളും താല്പര്യങ്ങളും അതിനു വേണ്ടി മാത്രമാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതന്നെ ഇവിടെ പറഞ്ഞു മുസ്ലിമൂൻ, എല്ലാ നബിമാരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. മുസ്ലിം അങ്ങനെ പറയണേ. ഈ നബിമാർ അംഗീകരിക്കും. ഇവരൊക്കെ ഈ നബിമാരും തന്നെ പരസ്പരം അവർക്കിടയിൽ എന്തില്ല, അവർക്കിടയിൽ ഈ നബിക്ക് മറ്റേ നബിയോട് ഒരു ഈർഷ്യതല്ല, അതേപോലെ തന്നെ ഈ നബിക്ക് മറ്റൊരു നബിയോട് ഒരു വെറുപ്പില്ല എന്ന പോലെ തന്നെ ഈ നേതാക്കന്മാർക്ക് തമ്മിൽ ഒരു പ്രശ്നമല്ല. ആ സമയത്ത് ഇതിന്ന് ചിലരെ അടർത്തിയെടുത്തിട്ട് നമ്മൾ ആ ആൾക്കാരൊപ്പാണ് എന്ന് വരുത്തി തീർത്തിട്ടാണ്ട് പിന്നെ ഒന്നായിട്ട് വിഴുങ്ങാന്ന് കണക്കൂട്ടിയിട്ട് അത് തകർന്നു പോയതിന്റെ ആ വിഭ്രാന്തി ചിലരൊക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇന്ന് ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനുറഹീമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും രണ്ട് ലോകത്തും ഇസ്സത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ കൊണ്ട് നമ്മളോട് ഏൽപ്പിച്ചവർ, നാം ദ്വാരക്കാമെന്ന് പലയിടത്തും വെച്ച് ഏറ്റെടുത്തവർ, പഠിക്കുന്ന സമയം മുതൽ ഇപ്പോഴും നമുക്ക് വേണ്ട എല്ലാ ഹിദ്മകളും ചെയ്തു തരുന്നവർ, അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് റൂമിന്റെ ഉന്നതിക്കും അതിന്റെ പുരോഗതിക്കും വേണ്ടി അധ്വാനിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, പിന്നെ അവർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ അല്ലാഹു സന്തോഷമുള്ള പരിഹാരം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ പരലോകം അല്ലാഹു തആല സന്തോഷമാക്കുമാറാവട്ടെ. പ്രത്യേക ഖാലിദ് സാഹിബ് അടക്കമുള്ള നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരുടെ എല്ലാം ബർസഖി ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കുമാറാവട്ടെ. അബ്ദുർപാപ്പ അടക്കം ഈ മാസത്തിൽ വഫാത്തായി പോയിട്ടുള്ള മഹത്തുക്കൾ, അവരുടെ ഹഖ്തജാഹ് ബറക്കത്തുകൊണ്ട് നമ്മെ അവരോടൊത്ത് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولجميع المسلمين توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين وصلى الله وسلم على